ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എക്സാമിന്റെ പ്രിപ്പറേഷനിലൊക്കെ ആണെന്ന് അറിയാം. തകർത്ത് മുമ്പോട്ട് പോയിക്കോട്ടെ. അപ്പോ ഇന്നിതാ ഈ വന്നിരിക്കുന്നതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് CMA ഇന്റർമീഡിയറ്റിന്റെ ഗ്രൂപ്പ് 2 സബ്ജക്റ്റുകളുടെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ കുറെ കൂട്ടുകാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഗ്രൂപ്പ് 1 സ്മാർട്ട് സ്റ്റഡി പ്ലാൻ കൂടി ഒന്ന് വേഗം അപ്ലോഡ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ്. സോ ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CMA ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പ് 1 പേപ്പർ നമ്പർ 8 കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, ഒരു 10-15 മിനിറ്റ് ഡ്യൂറേഷനേ ഉണ്ടാവുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതൊന്ന് ബ്രീഫ് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് പാർട്ടുകളുണ്ട്. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 15 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് 30 മാർക്ക് നിങ്ങൾക്ക് MCQ ആൻസർ ചെയ്യുന്നതിലൂടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും, ഉറപ്പുവരുത്താനായിട്ട് പറ്റും. 30 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉറപ്പുവരുത്താം, പാർട്ട് എ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ഇവിടെ 7 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് ആണ്. 7 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 5 സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം, കമ്പൾസറി ആയിട്ടും അറ്റൻഡ് ചെയ്യണം. മൊത്തം 7 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 5 സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമ്പൾസറി ആയിട്ടും അറ്റൻഡ് ചെയ്യണം. ക്ലിയർ? ഇനി ഈ 5 സെറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചോദിക്കാം, അതിന്റെ മാർക്കിംഗ് എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നോക്കി. ഇപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണേ. അവിടെ എ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനൊരു 7 മാർക്ക്. ബി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 7 മാർക്ക്. ടോട്ടൽ 14 മാർക്ക്. ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ 2 നമ്പർ ഇട്ടിട്ട് ഒരു ചോദ്യം 14 മാർക്കിന്, ഇങ്ങനെ ചോദിക്കാം. അടുത്ത കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി മുകളിലേക്ക് ആക്കാവേ, നല്ല കാണാൻ പറ്റുള്ളൂ. 2 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാവും. ദെൻ എ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, ബി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, സി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. എക്ക് 5 മാർക്ക്, ബിക്ക് 5 മാർക്ക്, സിക്ക് 4 മാർക്ക്. എത്രയായി? മൊത്തം 14 മാർക്ക്. ഈ രീതിയിലും ചോദിക്കാം. ഇത് തിരിഞ്ഞും മറിഞ്ഞൊക്കെ വരും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു കാറ്റഗറിയിൽ ചോദിക്കുന്നത് തിയറീസ് ആയിരിക്കും. മിക്കപ്പോഴും തിയറീസ് ആണ് ചോദിച്ച് കാണാറുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. ഓക്കെ, ശരി. അപ്പൊ ഇത് മനസ്സിലായല്ലോ. പാർട്ട് എ 15 MCQ, 2 മാർക്ക് വെച്ച് 30 മാർക്ക് സ്കോർ ചെയ്താ പകുതി ആശ്വാസമാണല്ലേ. സാറേ, ഇതെങ്ങനെ സ്കോർ ചെയ്യാം? ഞാൻ പറഞ്ഞുതരാം, നോക്കിയോ. നോക്കിക്കോളൂ. നിങ്ങൾക്കറിയാലോ, MCQയിലൂടെ നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഏറെക്കുറെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും MCQs ചോദിക്കാറുണ്ട്. ഇന്ന ചാപ്റ്ററുകളൊന്നൊന്നുമില്ല, ഇന്ന മൊഡ്യൂളുകളൊന്നൊന്നുമില്ല, എല്ലാ മൊഡ്യൂൾസിൽ നിന്നും MCQs ചോദിക്കാറുണ്ട്. ഓക്കെ, 30 മാർക്കിനാണ് MCQs ചോദിക്കാറ് അല്ലെ. അതില് 14 മുതൽ 16 മാർക്ക് വരെയുള്ള MCQs ഏത് ടൈപ്പ് ആയിരിക്കും? പ്രാക്ടിക്കൽ MCQs ആയിരിക്കും. അതായത് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഉണ്ടല്ലോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ, അതായിരിക്കും 14 മുതൽ 16 മാർക്കിന് വരെ ചോദിക്കാം. ബാലൻസ് തിയറി MCQ ആയിരിക്കും, പക്ക തിയറി MCQs. സാർ, ഇതെങ്ങനെയാണ് സ്കോർ ചെയ്യാൻ പറ്റുക? ഞങ്ങൾക്ക് ഇത് സ്കോർ ചെയ്തേ പറ്റുള്ളൂ. പകുതി ആശ്വാസമാവും, പകുതി ജീവൻ വീഴും. എങ്ങനെയൊക്കെ സ്കോർ ചെയ്യാം? ഞങ്ങൾ എന്താണ് റെഫർ ചെയ്യേണ്ടത്? അതിന്റെ സോഴ്സ് എന്താണ്? പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം MCQs പഠിക്കാൻ വേണ്ടിയിട്ട്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MCQ ബാങ്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പബ്ലിഷ് ചെയ്യുന്ന MCQ ബാങ്ക് നമ്മുടെ സൈറ്റിലുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 5-6 MCQs എങ്കിലും എക്സാമിന് ചോദിച്ചേക്കും. ദെൻ സ്റ്റഡി മെറ്റീരിയൽ. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും MCQs ഉണ്ട്.
ആ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള MCQs ഉണ്ട്, ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ MCQs. വർക്കൗട്ട് ചെയ്തോ, ആൻസറും കിടപ്പുണ്ട്, വർക്കൗട്ട് ചെയ്ത് നോക്കിയോ. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ MCQs വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ 10 വർഷത്തെ എടുത്തോ, MCQs നിങ്ങൾ പഠിക്കണം. ഇപ്പൊ അതിന്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ സജസ്റ്റഡ് ആൻസേഴ്സിൽ ആൻസർ ഉൾപ്പെടെ ഉണ്ട്, ക്വസ്റ്റ്യനും ആൻസർ ഉൾപ്പെടെ ഉണ്ട്, നമ്മുടെ സൈറ്റിൽ കിട്ടും. 10 വർഷത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു. ഞാൻ ഉറപ്പ് പറയുകയാണ്, 30 ഞാൻ പറയുന്നില്ല, ഒരു 25 26 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ഒരു കാര്യം, പ്രാക്ടിക്കൽ MCQs നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ഊന്നൽ നൽകി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്, അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് പ്രാക്ടിക്കൽ MCQs കുറച്ചുകൂടി ഒരു പവർ കൊടുത്ത് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് വരാം. അറിയാലോ, ഡിസ്ക്രിപ്റ്റീവ് ആണ്. 7 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 5 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കമ്പൾസറി ആയിട്ടും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ശരി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 2022 സിലബസിലെ കഴിഞ്ഞ ടേമുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിരുന്നു, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ പാറ്റേൺ ഇതാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഇതാണ്. ഇങ്ങനെ തന്നെ ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, മാറിയും മറിഞ്ഞും ഒക്കെ ചോദിച്ചു വരും. ഓക്കെ, അപ്പോ നമുക്ക് അതിലേക്കൊന്ന് പോയാലോ. ഇതാ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്ന MCQ ആണ്, 15 MCQ. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അവിടെ വീണ്ടും 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, A B എന്നൊക്കെ പറഞ്ഞ്. സോ എയില് കഴിഞ്ഞ ട്രെൻഡ് വെച്ച് പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളോട് ചോദിച്ചത് കോസ്റ്റ് ഷീറ്റിന്റെ ഒരു പ്രോബ്ലം ആണ്, 7 മാർക്ക്. കോസ്റ്റ് ഷീറ്റിന്റെ ഒരു പ്രോബ്ലം 7 മാർക്ക്. ബിയിൽ അവർ ചോദിച്ചത് മെറ്റീരിയലിൽ നിന്നുള്ളൊരു പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ ലേബറിൽ നിന്നുള്ളൊരു പ്രോബ്ലം. ഇപ്പം മെറ്റീരിയലിൽ നിന്നാണെങ്കിൽ അവര് ഫിഫോ ലിഫോ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. EOQ EBQ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അത്യാവശ്യം ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ്, അതായിരിക്കാം ചോദിക്കുക. അല്ലെങ്കിൽ ലേബർ 7 മാർക്ക് ചോദിക്കും. ക്ലിയർ ആയോ? മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് വരുമ്പോ ട്രെൻഡ് വെച്ച് പറയുകയാണെങ്കിൽ ഓവർ ഹെഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, അല്പം വള്ളിക്കെട്ടാണല്ലേ. അതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചേക്കാം, പ്രോബ്ലം ചോദിച്ചേക്കാം. ഓവർ ഹെഡിൽ നിന്നല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡയറക്റ്റ് എക്സ്പെൻസിൽ നിന്നാണ്. എളുപ്പമോ? സ്റ്റഡി മെറ്റീരിയലിലെ പ്രോബ്ലംസ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഡയറക്റ്റ് എക്സ്പെൻസിന്റെ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാം, ഉറപ്പാണ്. അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, 7 മാർക്ക്, ഒന്നെങ്കിൽ ഓവർ ഹെഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ പ്രോബ്ലം. 3Bയിൽ അവർ ചോദിച്ചത് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, അതുമല്ലെങ്കിൽ ഇന്റഗ്രൽ അക്കൗണ്ടിങ്. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ തമ്മിലുള്ളതാ? ഫിനാൻഷ്യൽ അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും തമ്മിലുള്ള റീകൺസിലേഷൻ. ഇന്റഗ്രൽ അക്കൗണ്ടിങ്ങിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടുത്തെ ജേർണൽ എൻട്രീസിന് പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും ചോദിക്കുക. സോ 7 മാർക്ക് അവിടെ ആയി. ക്ലിയർ? 4ാമത്തെ ക്വസ്റ്റിലേക്ക് വരുമ്പോ 4Aയില് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് ചോദിക്കാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് ചോദിക്കാം. അവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ പ്രധാനമായും ഹോട്ടലിന്റെ, അതുപോലെ ട്രാൻസ്പോർട്ടേഷന്റെ. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ല എങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ജോബ് കോസ്റ്റിംഗ് ആണ്, 7 മാർക്കിന്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗിന് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ ടൈപ്പ് പ്രോബ്ലം തന്നെയായിരിക്കും ചോദിക്കാൻ. എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, അതേപടി തന്നെയായിരിക്കും ചോദിക്കുക, ഫിഗേഴ്സ് മാറ്റി കേട്ടോ. 4Bയിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഇൻകംപ്ലീറ്റ് കോൺട്രാക്ടിന്റെ പ്രോബ്ലം ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കുക. കംപ്ലീറ്റ് കോൺട്രാക്ട് എളുപ്പമാണ്, ഇൻകംപ്ലീറ്റ് ആണ് അല്പം ചുറ്റിക്കളിയൊക്കെ ഉള്ളത്. സോ കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ടിന്റെ ഒരു പ്രോബ്ലം ചോദിച്ചേക്കാം. അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗിന്റെ ഒരു പ്രോബ്ലം, ഈക്വലന്റ് പ്രൊഡക്ഷൻ ഇല്ലാതെ ഒരു നോർമൽ പ്രോസസ് കോസ്റ്റിംഗിന്റെ ഒരു 3 വർഷത്തെ ഡാറ്റ വരുന്ന ഒരു പ്രോബ്ലം ചോദിച്ചേക്കാം, 7 മാർക്ക്. ഓക്കെ, 5ാമത്
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 5A എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ്. വീണ്ടും ഗ്രോസ് കോസ്റ്റിംഗ്. അല്പം നമ്മളെ ഒന്ന് ചുറ്റിക്കും. അവിടെ ജോയിന്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റിന്റെ പ്രോബ്ലംസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. വലിയൊരു പ്രോബ്ലം ആയിരിക്കും പ്രോസസ് കോസ്റ്റിംഗിലെ. ഈ ജോയിന്റ് അതുപോലെ തന്നെ ബൈ പ്രൊഡക്റ്റുകൾ കൂടി കയറി വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ചോദിക്കുക. 7 മാർക്കിന്. ഡിയില് ഒന്നുകിൽ ബഡ്ജറ്റിന്റെ ക്യാഷ് ബഡ്ജറ്റോ ഫ്ലെക്സിബിൾ ബഡ്ജറ്റോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചേക്കാം. കൂടുതലും ചോദിക്കാറുള്ളത് ക്യാഷ് ബഡ്ജറ്റും ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഒക്കെയാണ് കേട്ടോ. അതുമല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ഈ ലിഫോ ആപ്ലിക്കേഷൻ ഒക്കെ വരുന്ന ചെറിയ പ്രോബ്ലംസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗില് ടെക്സ്റ്റ് നോക്കുമ്പോൾ അറിയാതെ അത് 7 മാർക്കിന് ചോദിക്കും കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും. മെറ്റീരിയൽ വേരിയൻസോ ലേബർ വേരിയൻസോ കാണാനായിരിക്കും ചോദിക്കുക. അതുമല്ലെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റ് 14 മാർക്ക്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഒരു പക്കാ പ്രോബ്ലം ചോദിക്കും. അഡ്വാൻസ്ഡ് പ്രോബ്ലം ആയിരിക്കും. ഒന്നെങ്കിൽ മെറ്റീരിയൽ വേരിയൻസ് കാണാൻ, അല്ലെങ്കിൽ ലേബർ വേരിയൻസ് കാണാൻ. ചിലപ്പോൾ ഇത് രണ്ടും കാണാൻ ചോദിക്കും. അതുമല്ലെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിന്റെ ഒരു പ്രോബ്ലം. ഓക്കെ, 14 മാർക്കിന്. 7ലേക്ക് വരുമ്പോൾ ബഡ്ജറ്റ് ചിലപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആയിരിക്കാം. വേറെ പല ടൈപ്പ് ബഡ്ജറ്റുകളുണ്ട്. ഫിക്സഡ് ബഡ്ജറ്റുകളൊക്കെ ഉണ്ട് അല്ലെ. ഏത് വേണമെങ്കിലും ആവാം. എല്ലാം പഠിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7 മാർക്കിന് ചോദിക്കാം. 7 മാർക്ക്. ദെൻ തിയറി ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നാണ് തിയറീസ് കൂടുതൽ ചോദിക്കാറുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നാണ് തിയറി കൂടുതൽ ചോദിക്കാറുള്ളത്. 7 മാർക്ക്. ഓക്കെ, 8ലേക്ക് വരുമ്പോ ഇതാ കണ്ടോ, നമ്മള് പറഞ്ഞില്ലേ 5 മാർക്ക് 4 മാർക്ക് തിയറീസ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ കുറെ തിയറി ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം പഠിക്കണം. കുറച്ച് തിയറി ചാപ്റ്റേഴ്സ് ഉണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉൾപ്പെടെ കുറച്ച് തിയറി ചാപ്റ്റേഴ്സ് ഉണ്ട്. അതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഈ ABC ക്വസ്റ്റ്യൻസ് ആൻസർ ഈസി ആയിട്ട് എഴുതാം. 14 മാർക്കും മേടിക്കും. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ശരി, ഇനി നമുക്ക് വെയിറ്റേജിലേക്ക് ഒന്ന് പോവാം. ഇമ്പോർട്ടന്റ് മൊഡ്യൂൾസ് ആസ് പെർ വെയിറ്റേജ് ബൈ ICMAR. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മൊഡ്യൂളുകൾക്ക് കൊടുത്തിട്ടുള്ള വെയിറ്റേജ്. ഫസ്റ്റ് വൺ, മൊഡ്യൂൾ നമ്പർ 6. വലുതേം തുടങ്ങാം അല്ലെ. മൊഡ്യൂൾ നമ്പർ 6 ഏതായിരുന്നു? കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ്. ഏകദേശം 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ ആ ഒരു മൊഡ്യൂളിൽ നിന്ന്. മൊഡ്യൂൾ നമ്പർ 5 ഏതായിരുന്നു? മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അവിടെയും 30 മാർക്ക്. അവിടെ നോക്കി, മൊഡ്യൂൾ നമ്പർ 5ഉം 6ഉം പഠിച്ചാൽ തന്നെ ഒരു 50 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ. മൊഡ്യൂൾ 1, 2, 3, 4 4 കൂടെ കൂട്ടി 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. സോ ഇതൊക്കെ കൂടുതലൊന്നും ഞാൻ പോകുന്നില്ല. ഇനി നിങ്ങളുടെ ചോദ്യം ഇതാണ്, സാറേ ആദ്യം ഏത് മൊഡ്യൂളാണ് പഠിക്കേണ്ടത്? അതിന്റെ സീക്വൻസ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഇതാ നോക്കൂ, സീക്വൻസ് ഓഫ് റിവൈസിങ് മൊഡ്യൂൾ. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് മൊഡ്യൂൾ നമ്പർ 6 ആണ്. 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ മൊഡ്യൂൾ നമ്പർ 6 നിന്നുണ്ടാവും അല്ലെ. മൊഡ്യൂൾ 6 പഠിച്ചതിന് ശേഷം മൊഡ്യൂൾ നമ്പർ 5 പഠിക്കുക. അതും 30 മാർക്കിനാണ്. അതും 30 മാർക്കിന്. ശരിയല്ലേ? മൊഡ്യൂൾ നമ്പർ 2 15% മാർക്കിനുള്ള ചോദ്യങ്ങൾ മൊഡ്യൂൾ നമ്പർ 2 നിന്നുണ്ടാവും. മൊഡ്യൂൾ നമ്പർ 2 എലമെന്റ്സ് ഓഫ് കോസ്റ്റ്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. സോ നിങ്ങൾ ആദ്യം കവർ ചെയ്യേണ്ട മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ നമ്പർ 6, 5, 2. അതിനുശേഷമേ നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 3, 4, 1 എന്നിവയിലേക്ക് വരാവൂ. പഠിക്കാതെ പോകരുത്. 6, 5, 2 പഠിച്ചെന്ന് കരുതിയിരിക്കരുത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ എക്സാമിന് പോകരുത്. മൊഡ്യൂൾ 6, 5, 2 പഠിച്ചതിന് ശേഷം 3, 4, 1 പഠിക്കണം. ഓക്കെ ആണല്ലോ? ശരി, ഒരു ABC അനാലിസിസിലേക്ക് പോവാം. നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എത്ര തവണ ഏതൊക്കെ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യണം. കാറ്റഗറി എയിൽ ഞാൻ കുറച്ച് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? കോസ്റ്റ് ഷീറ്റ്, മെറ്റീരിയൽ കോസ്റ്റിംഗ്,
റീകൺസിലേഷൻ, സർവീസ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം ഒരു 3 തവണയെങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, 3 തവണയെങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. കാറ്റഗറി ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പിക്കുകൾ നോക്കി, എംപ്ലോയി കോസ്റ്റ്, ഓവർ ഹെഡ്, മാർജിനൽ കോസ്റ്റ്. 2 തവണയെങ്കിലും നിങ്ങൾ പഠിച്ചതിന് ശേഷം റിവൈസ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക എക്സാമിന് മുമ്പ്. ബാക്കി എല്ലാ ടോപ്പിക്കുകളും കാറ്റഗറി സിയിൽ വരുന്നത്, ബാക്കി അതേഴ്സ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ പഠിച്ചതിന് ശേഷം 1 തവണയെങ്കിലും റിവൈസ് ചെയ്തേ പോകാവൂ. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 70-75 മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യുമെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റുകളുടെയും സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ പുതിയ ബാച്ചിലേക്കുള്ളത് ഉടനടി സ്റ്റാർട്ട് ചെയ്യും. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ബൈ.